24 മണിക്കൂർ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ. നിങ്ങൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമെങ്കിൽ എൻ്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചുകൂടെ? അതെ, അന്നെ പോലല്ല, ഉത്തരവാദിത്തപ്പെട്ട പണിക്കാർ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അല്ല, പറഞ്ഞാൾ കുറെ നേരമായിട്ട് ഇങ്ങനെ എഴുതി കുത്തുണ്ടല്ലോ, വല്ല ലവ് ലെറ്റർ ആണോ? ലവ് ലെറ്റർ എഴുതാനേ ഞാൻ നിങ്ങളല്ല. നിങ്ങൾ കുറെ ലവ് ലെറ്റർ കൊടുത്ത കഥയൊക്കെ എനിക്ക് അറിയാം. എന്നാലും ഈ എന്താ ചെയ്യണെന്ന് പറയും. എൻ്റെ മനസ്സിൽ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട്. അതെങ്ങനെ വർക്കൗട്ട് ആക്കാന്നുള്ള ഫുൾ പ്ലാനിങ്ങിലാണ് ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എഴുതി വെക്കുകയായിരുന്നു. എന്താണെന്ന് ഞങ്ങൾക്ക് പറയില്ല, കാരണം ഞങ്ങൾ ഫുള്ള് നെഗറ്റീവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയില്ല, ഇപ്പം തന്നെ ഒക്കെ സെറ്റായിട്ട് പറയാം. അപ്പോൾ ബിസിനസ് നടത്താൻ പൈസ വെച്ചിട്ട് ഇങ്ങോട്ട് വരരുത് കേട്ടോ. അല്ല, എന്നിട്ട് ഈ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ എൻ്റെ പ്ലാൻ? അതൊക്കെ സിമ്പിളല്ലേ. ഇതങ്ങോട്ട് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിലത്തെ വാട്സപ്പ് ഗ്രൂപ്പിലും പിന്നെ കുടുംബക്കാരെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ഇട്ട് വെക്കും. അപ്പം എന്തായാലും ആൾക്കാർ വാങ്ങുമല്ലോ, അപ്പോൾ സെറ്റാവും. അങ്ങോട്ട് ചെല്ല്. ആൾക്കാരിങ്ങനെ വരിക്ക് നിൽക്കല്ലേ, ഫസ്റ്റ് ഇപ്പോൾ ബിസിനസ് ചെയ്യും ഞങ്ങൾക്ക് വാങ്ങാന്ന് പറഞ്ഞിട്ട്. മോളെ, ഇതിനൊക്കെ പ്രോപ്പറായിട്ടുള്ളൊരു മാർക്കറ്റിങ്ങും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ചാനലിൽ കൂടെ തന്നെ പോകണം. എത്തേണ്ട കൈകളിൽ നിങ്ങളെ ബിസിനസ് എത്തന്നെ വേണം. വല്ലതും മനസ്സിലായ? കുറെയൊക്കെ ഇനി എങ്ങനെ ഇപ്പോൾ പറഞ്ഞുതരാ. ഈ ലവ് ലെറ്ററിൻ്റെ കേസ് തന്നെ എടുക്കാം. പണ്ട് എനിക്ക് ഫർസാനെന്ന് ഇഷ്ടമായപ്പോൾ ഞാൻ ലവ് ലെറ്റർ എഴുതി കൊടുത്തത് ആർക്കാ? എൻ്റെ ഫ്രണ്ടിനാണോ? അല്ല, നമ്മളെപ്പോഴും ലവ് ലെറ്റർ എഴുതുമ്പോൾ ഒന്നെങ്കിൽ ഫർസാനക്ക് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഫർസാൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കണം. എന്നാലേ അത് ഡയറക്റ്റ് കൈകളിൽ എത്തുള്ളൂ. അതേപോലെ തന്നെ ഇതും ഞാൻ അന്ന് ചെയ്ത അങ്ങനെ.